ദൈവമേ, എന്തുവാണിത് നോക്ക്. ഇതിനകത്തുള്ള ആ തൂണ് കണ്ടോ അബി? തൂണെന്ന് പറയുന്നത് ഒറ്റ ശിലയാണ്. ഈ പാറ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഞാൻ ഈ പാറ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഇത് ഒറ്റ കല്ലിലുണ്ടാക്കിയ ആന. എൻ്റെ മോനെ, ഇതെന്താടാ ഇത്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് മാത്രമേ ശരിക്കും ഇതൊന്ന് കാണാൻ പറ്റുള്ളൂ, വേറെ സൈഡിൽ നിന്നൊന്നും കാണാൻ പറ്റില്ല. മനസ്സിലായോ? ഇതുപോലെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ആ ഒരു മല, ആ മല ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് ശരിക്കും എന്തോരം ടണ്ണ് മെറ്റലോ പാറയൊക്കെ ഇവിടുന്ന് ചെത്തിയെടുത്ത് കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ക്വാറി നടത്തുന്ന ആൾക്കാരൊന്നും ഒന്നുമല്ല കേട്ടോ. അന്നത്തെ കാലത്ത് ഇപ്പൊ ക്വാറി അന്ന് മെഷീനറി ഒന്നുമില്ല. എന്ത് മെഷീൻ? അന്ന് മറ്റേ ചുറ്റിക ഇടിക്കുന്ന സംഭവങ്ങളും ചെത്തുന്ന സാധനങ്ങളും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ക്വാറി നടത്തുമ്പോ എന്തൊക്കെ, അതും എത്ര മെഷീൻ ഉണ്ടായിട്ട് എത്ര നാളുകൊണ്ടാണ് ഓരോ സംഭവം ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒന്ന് ആലോചിച്ച് നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സാധാരണ ഇതില് നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ താഴേന്ന് ഉണ്ടാക്കി കെട്ടിക്കൊണ്ടുവരുമല്ലേ. ഇത് പാറ മുകളിൽ നിന്ന് ഇങ്ങനെ ചെത്തി എടുത്ത് കൊണ്ടുവന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ അല്ലേ? ഇത്രയും വർഷങ്ങൾക്ക് മുൻപത്തെ ആളുകളുടെ ഒരു ടാലന്റ് നിങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഇതൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളും കൂടി നമ്മുടെ വേൾഡ് വണ്ടേഴ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരിക്കും അത്രയ്ക്ക് വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയൽ വണ്ടർ എന്ന് തന്നെ ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. ശരിക്കും ഇതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് കാണാണ്ടതായിരുന്നു അല്ലേ? അത് ആ ഭാഗത്തായിട്ട് നമുക്ക് കുറെ കേവ്സ് കാണാം. എന്റെ പൊന്നെ, ഈ കാണുന്നതാണ് വഗൂർ നദി. വെള്ളമുണ്ട് കേട്ടോ, വറ്റി വരണ്ടിട്ടൊന്നുമില്ല, കുറച്ചെങ്കിലും വെള്ളമുണ്ട്. അങ്ങ് കാണുന്ന കേവ്സ് കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മലയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ആ മലയുടെ ഉള്ളില് ഗുഹകളുണ്ടാക്കി എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ആളുകൾ എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്തിരുന്നത്, ഇതൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഒരു തുരങ്കം ഉണ്ടാക്കാൻ പോലും നമ്മൾ കഷ്ടപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും അല്ലേ? അപ്പോൾ അന്തക്കാലത്ത് ഇവരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? എന്തുവാടാ ഇത്? ഇതിങ്ങനെ മൊത്തത്തിൽ നടന്ന് കണ്ട് തീർത്ത് വരണമെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ എങ്കിലും നടക്കണം കേട്ടാ. ഇത് നമ്മള് വൈഷ്ണോദേവി പോയില്ലേ? ഏകദേശം അതേപോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നില്ല എനിക്ക് എവിടെയൊക്കെയോ ഇല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഫോട്ടോ എടുക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റേ കേവ്സ് അത്ര ഭംഗിയില്ലായിരുന്നു. അത്ര ഭംഗിയില്ല. അതെ, ഇതിനാണ് നല്ല ഭംഗി. അപ്പൊ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ടത്. ആ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ആദ്യം വരുന്നത് കേവ് നമ്പർ 1 അടിപൊളി, കൊള്ളാട്ടോ. ഇത് ശരിക്കും പണ്ട് കാലത്തെ ആ ഒരു ബുദ്ധക്ഷേത്രം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് അകത്തേക്ക് പോയി നോക്കാം. എനിക്കൊരു സംഭവം മനസ്സിലായോ? ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേവിന്റെ ആർക്കിടെക്ചറൽ ഭംഗിയോ അല്ലെ എഞ്ചിനീയറിംഗ് വിസ്മയോ ഒന്നും അല്ല, അതുണ്ട്. പക്ഷെ എന്നിരുന്നാലും പെയിന്റിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. അന്തക്കാലത്ത് ചെയ്തിരുന്ന ആ ചിത്രങ്ങൾ, ഇവിടുത്തെ ചിത്രങ്ങള് പകർത്തിയെടുത്തോണ്ട് പോയിട്ട് ഇവിടുത്തെ ചിത്രങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട് പോയിട്ട് ലണ്ടനിൽ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അറിയോ? അത്രയും കാര്യങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ളൊരു വ്യൂ കിട്ടുന്നത് ശരിക്കും ഇവിടെ നിന്നാണ് കേട്ടോ. നല്ലൊരു ഫോട്ടോ കിട്ടുന്നത് സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് ആ ഒരു ഹോൾസ് ഷേപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അകത്തൊക്കെ എന്ത് ഭംഗിയല്ലേ, എന്ത് വലിപ്പമെന്നറിയോ ഇതിനകത്തൊക്കെ. ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് വീട്ടിയുടെ മേലിട്ട് കാണിച്ചു തരാം. വളരെ മനോഹരമാണ്. അതായത് ഇതിനകത്ത് ചിത്രപ്പണികൾ കുറവാണ്, പക്ഷെ എന്നിരുന്നാലും അതിന്റെ ആ ഒരു ജൈജാന്റിക് സൈസും അകത്തെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കിനും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഓരോ സംഭവങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. ഇത് മൺസൂൺ കാലത്ത് ഇതിന്റെ ഇടയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ ഇളകി വീഴും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും മൺസൂൺ കാലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇളകി വീഴും എന്നുള്ളത്. ഇത്രയും വർഷം പഴക്കമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പൊ എന്തൊക്കെയായാലും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള നേച്ചർ തന്നെ ഡാമേജ് ഉണ്ടാക്കുമല്ലോ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചാണ് കേവ്സ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടു പോകാം. പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കേവുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഗൈഡുകളെ സഹായത്തോലെ അത് മാത്രമായിട്ട് വേണേലും കയറി കണ്ടുപോകാം. ഇത് മേളിലെന്തോ ഉറവ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഉറവയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്ന കാണാൻ സാധിക്കും. അപ്പൊ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഒരു വലിയൊരു ഗുഹാമുഖം കാണാൻ സാധിക്കും. അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതും മറ്റൊരു തരത്തിലുള്ള ഒരു കേവാണ്. എല്ലായിടത്തും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കാണുമ്പോൾ എന്തൊരു പ്രൗഡാണെന്ന് നോക്കി. ഇത്തരത്തിലുള്ള എന്തോരം സംഭവങ്ങള് നമ്മളിങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ കണ്ട് ഇങ്ങനെ നമ്മൾ പൊളിക്കും.
നമ്മുടെ രാജ്യത്തുള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇത്ര വൈകിയല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. എന്തുകൂടാ ഇത്? ഓഫ്, ആ സ്കൈയുടെ കളറേ അല്ലേ, ഭയങ്കര കളർ. ആ സ്കൈയുടെ കളർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഭംഗി പച്ചപ്പും എല്ലാം കൂടെ കിടുവാണ്.